കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ എന്നീ മണ്ഡലങ്ങളും പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല, റാന്നി, കോന്നി, ആറന്മുള, അടൂർ എന്നീ 5 നിയോജക മണ്ഡലങ്ങളും അടങ്ങുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. കഴിഞ്ഞ 3 തവണയും കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായി നിലനിൽക്കുകയാണ് പത്തനംതിട്ട. 3 തവണയും വിജയിച്ച ആന്റോ ആന്റണി ഒരിക്കൽ കൂടി പത്തനംതിട്ടയിൽ കോൺഗ്രസിന് വേണ്ടി കളത്തിലിറങ്ങുകയാണ്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ 2008 മണ്ഡല പുനർനിർണയത്തിലൂടെയാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം നിലവിൽ വരുന്നത്. ആദ്യ തിരഞ്ഞെടുപ്പിൽ ആന്റോ ആന്റണിയെ കോൺഗ്രസ് രംഗത്തിറക്കിയപ്പോൾ അഡ്വക്കേറ്റ് കെ അനന്തഗോപനായിരുന്നു CPMന്റെ സ്ഥാനാർത്ഥി. BJPക്ക് വേണ്ടി B രാധാകൃഷ്ണ മേനോനും മത്സരിച്ചു. മണ്ഡലത്തിലെ കന്നി അംഗത്തിൽ 1.11 ലക്ഷം വോട്ടിനായിരുന്നു UDF വിജയം കൈവരിച്ചത്. 2014 ഇടതുപക്ഷം സ്വതന്ത്രനായി ഫിലിപ്പോസ് തോമസിനെ രംഗത്തിറക്കിയെങ്കിലും 56,191 വോട്ടിന് ആന്റോ ആന്റണി വീണ്ടും വിജയിച്ചു. BJPക്ക് വേണ്ടി മത്സരിച്ച MT രമേശ് പാർട്ടിയുടെ വോട്ട് ആദ്യമായി 1 ലക്ഷത്തിന് മുകളിലേക്ക് ഉയർത്തി. 2019 മത്സരം ഒന്ന് നോക്കുകയാണെങ്കിൽ BJP സ്ഥാനാർത്ഥിയായി പാർട്ടി അധ്യക്ഷനായ K സുരേന്ദ്രനെ തന്നെ രംഗത്തിറക്കുകയായിരുന്നു BJP. അതുകൊണ്ട് തന്നെ ശക്തമായ ത്രികോണ മത്സരത്തിന്റെ പ്രതീതിയായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. ആന്റോ ആന്റണി തന്നെയായിരുന്നു മൂന്നാമതും UDF സ്ഥാനാർത്ഥിയെങ്കിലും LDFന് വേണ്ടി മത്സരിച്ചത് MLA കൂടിയായ വീണ ജോർജ് ആയിരുന്നു. LDFന്റെ നല്ലൊരു സ്ഥാനാർത്ഥിയായിരുന്ന വീണ ജോർജ് വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു. മത്സരഫലത്തിൽ പത്തനംതിട്ട പതിവ് തെറ്റിച്ചെങ്കിലും വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിൽ കാര്യമായ വ്യത്യാസമുണ്ടാക്കാനായിരുന്നു. ആന്റോ ആന്റണിക്ക് 3,80,927 വോട്ടുകൾ ലഭിച്ചപ്പോൾ വീണ ജോർജ് 3,36,684 വോട്ടുമായി 2ാം സ്ഥാനത്തെത്തി. ആന്റോ ആന്റണിയുടെ ഭൂരിപക്ഷം 44,243 ആണ്. 2,97,396 വോട്ടുമായി 3ാം സ്ഥാനത്തെത്തിയ K സുരേന്ദ്രന്റെ പ്രകടനവും അവിടെ ശ്രദ്ധേയമായിരുന്നു. കഴിഞ്ഞ തവണത്തെ പോലെ പത്തനംതിട്ട നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ, അതായത് കോൺഗ്രസിനൊപ്പം നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ ഇത്തവണ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിന് പല കാരണങ്ങളുമുണ്ട്. അതിലൊന്നാണ് ആന്റോ ആന്റണി എന്ന സ്ഥാനാർത്ഥിക്കെതിരായി അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനെതിരായി പല രീതിയിലുള്ള അതൃപ്തിയും നിലവിലുണ്ടെന്നുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ NSSന്റെ ഒരു പിന്തുണ UDFനുണ്ടായിരുന്നു. UDFന് ലഭിക്കുന്ന ഈ ഒരു പിന്തുണ, NSSന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന പിന്തുണ, അത് വോട്ടുകളായി പ്രതിഫലിക്കുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ ഇത്തവണ അങ്ങനെ ഒരു പിന്തുണ ഉണ്ടാകാൻ സാധ്യതകൾ വളരെ കുറവാണ്. അതിന് പല കാരണങ്ങളാണ്. മാത്രമല്ല, രാമക്ഷേത്ര വിഷയത്തിലും അതുപോലെ തന്നെ മിത്ത് വിവാദത്തിലുമെല്ലാം തന്നെ UDF എടുത്തിരുന്ന പല നിലപാടുകളും NSSൽ അതൃപ്തി സൃഷ്ടിച്ചിരുന്നു. ആന്റോ ആന്റണി പലതവണ ജയിച്ചു വന്ന വ്യക്തിയാണെങ്കിലും ഇത്തവണത്തെ NSSന്റെ വോട്ടുകൾ ആന്റോ ആന്റണിക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പിനെ ദോഷകരമായി ബാധിക്കുന്നതാണ്. മാത്രമല്ല, ശബരിമല എന്നൊരു ഘടകം പത്തനംതിട്ടയിൽ ഉള്ളിടത്തോളം BJPക്ക് സാധ്യതകൾ കൂടുകയാണ്. അതുപോലെ തന്നെ രാമക്ഷേത്രത്തിന്റെ വിഷയത്തിലും UDF എടുത്ത പല നിലപാടുകളും അല്ലെങ്കിൽ UDFന്റെ ഭാഗത്തു നിന്ന് NSSന് വേണ്ടത്ര പിന്തുണ ലഭിച്ചിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും വോട്ടിനെ ബാധിക്കുന്നതാണ്. മാത്രമല്ല, മിത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് NSSന് വേണ്ടത്ര പിന്തുണ UDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതും NSSനെ കാര്യമായ അതൃപ്തിയിലേക്കാണ് നയിച്ചിരിക്കുന്നത്. മുൻപ് പറഞ്ഞതുപോലെ ശബരിമല വിഷയമായാലും അതുപോലെ രാമക്ഷേത്രത്തിന്റെ വിഷയമായാലും തീർച്ചയായിട്ടും ഇത്തവണ പത്തനംതിട്ടയിലെ വോട്ടുകളെല്ലാം തന്നെ BJPയിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഈ പറഞ്ഞിരിക്കുന്ന ഘടകങ്ങളെല്ലാം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്കെല്ലാം തന്നെ സുപരിചിതനും അതുപോലെ തന്നെ ഒരു മുതിർന്ന UDF നേതാവ് കൂടിയാണ് ആന്റോ ആന്റണി. എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ കോൺഗ്രസിനെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ തക്കവണ്ണം കരുത്തുള്ളതാണ്.